എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി, നിലമ്പൂർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് മൂത്തേടം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ഉദ്ഘാടനം നിർവഹിച്ചു. കാരപ്പുറം അങ്ങാടിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് റാഷിദ് മാസ്റ്റർ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. പരിപാടിയിൽ ലത്തീഫ് മണിമൂളി, നിഷാദ് എടപ്പറ്റ, ജസ്മൽ പുതിയറ, അബ്ദുറഹ്മാൻ വി പി, അഷ്റഫ് പി, വി പി റഷീദ്, ജംഷീദ് പി, സലീം തോണിയിൽ, കപ്പച്ചാലി മുഹമ്മദ്, സഹീർ അലി കുന്നുമൽ, ഇഹ്സാനുൽ ഹഖ് വാഫി, അജ്മൽ അലി, ഇർഷാദ്, നാഷിദ്, സുഹൈൽ, പുലിക്കട ഹുസൈൻ, ഉമ്മർ കെ പി, ബാപ്പു കൈത്തറ, അദീബ് പാറശ്ശേരി എന്നിവർ സംസാരിച്ചു. യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഹാരിസ് മുണ്ടോടൻ സ്വാഗതവും സഫീർ കെ നന്ദിയും പറഞ്ഞു. സാധാരണഗതിയിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പരമാവധി എങ്ങനെയൊക്കെ തങ്ങളുടെ കീഴിലുള്ള ആളുകൾക്ക് ഉപകാരപ്രദമായ പദ്ധതികളും സേവനങ്ങളും ഒക്കെ ഉറപ്പുവരുത്താൻ കഴിയും എന്ന് ആലോചിക്കുകയും അതിനുവേണ്ടിയുള്ള നിയമങ്ങളും പദ്ധതികളും ചട്ടങ്ങളും ഒക്കെ രൂപീകരിക്കുമ്പോൾ അതിന് വിരുദ്ധമായിക്കൊണ്ട് എങ്ങനെയൊക്കെ ഈ ആളുകളെ പ്രയാസപ്പെടുത്താൻ കഴിയും എന്നാണ് കേരള സർക്കാരുകൾ ഇന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെ ഒരു മൈക്ക് കെട്ടി പ്രസംഗിച്ച് ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇത് ജനാധിപത്യ പ്രക്രിയയിലെ അനിവാര്യമായ ഒരു സംഗതി എന്നുള്ള നിലക്കാണ് ഇത്തരം പ്രതിഷേധങ്ങൾ ഈ തെരുവിൽ ഉയരുന്നത്. നമുക്കറിയാം, ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങൾക്കെതിരെ രാജ്യത്തിന്റെ തെരുവിൽ പ്രതിഷേധ സ്വരങ്ങൾ ഉയരുന്നില്ല എന്ന് വരരുത് എന്നുള്ളത് കൊണ്ടാണ് ഇതുപോലെയുള്ള പ്രതിഷേധ പരിപാടികളും പ്രക്ഷോഭങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നത്. നമുക്കറിയാം, ചരിത്രത്തിൽ ആദ്യമായി കേന്ദ്രത്തിലും കേരളത്തിലും പിണറായി വിജയൻ സർക്കാർ കേരളത്തിലും നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിലും തുടർ ഭരണത്തിലെത്തിയിരിക്കുകയാണ്. ഇരു സർക്കാരുകളും തങ്ങൾക്ക് കിട്ടിയ മാൻഡേറ്റിനെ ഈ നാട്ടിലെ ജനങ്ങളെ പിടിഞ്ഞെടുക്കുന്നതിനും ജനങ്ങളെ പരമാവധി ദ്രോഹിക്കുന്നതിനും വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, 2014 മോദി അധികാരത്തിൽ വരുമ്പോ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കസേരയിലേക്ക് നരേന്ദ്രമോദി കടന്നു വരുമ്പോ, അന്നത്തെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ രാജ്യത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിച്ച നരേന്ദ്രമോദി പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു: ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്തെ പാവപ്പെട്ട മുഴുവൻ ജനങ്ങളുടെയും അക്കൗണ്ടുകളിലേക്ക് ഞങ്ങൾ 15 ലക്ഷം രൂപ. ന്യൂസ് ബ്യൂറോ, മൂത്തേടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.